ഏതാണ്ടിപ്പോൾ ഒരു 4 മണിക്കൂറോളമായി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഓർമ്മയിൽ തന്നെ ഇത്തരം ഒരു സംഭവം നമുക്ക് പറയാൻ കഴിയുകയില്ല. ഏതായാലും വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു വലിയ വൻ നഷ്ടം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് ഇതിനൊക്കെ നേരിടാം. അതേ പറ്റുള്ളൂ. സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, മന്ത്രിയുണ്ട്, MLA ഒക്കെ ഇവിടെ ഉണ്ട്, ഇതിനൊക്കെ നേരിട്ടുണ്ട്, കലക്ടർ എല്ലാവരും ഉണ്ട്. ഓക്കെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടണം. വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോടിന്റെ ഓർമ്മയിൽ തന്നെ ഇങ്ങനെയൊന്ന് നമുക്കതിനെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വലിയ ദുരന്തം വളരെ വേദനാജനകമാണ്. ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ടാവട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ആ ഒരു നിലയ്ക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കിതിനെ തരണം ചെയ്യാം. ആളപായമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. കാരണം കട കഞ്ഞി കിടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 100 കണക്കിന് ജീവനക്കാരുണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവധി ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കാം തൊഴിലാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ രക്ഷപ്പെടലാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്.